ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഇന്റർ മിലാനും FC ബാഴ്സലോണയും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ടീമുകളും 3 ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ രണ്ടാം പാദ മത്സരമാണ് ഈ സെമി ഫൈനൽ പോരാട്ടങ്ങളുടെ ഒരു ഗതി നിർണ്ണയിക്കുക. ലാമിൻ യമാൽ ഇന്നലത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി ഒരു കിടിലൻ ഗോൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇന്റർ മിലാന്റെ പ്രതിരോധ നിരക്ക് വലിയ ഒരു തലവേദന സൃഷ്ടിക്കാൻ ലാമിൻ യമാലിന് സാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മത്സര ഫലത്തിൽ യമാൽ നിരാശനാണ്. അതായത് ഈസി ആയിക്കൊണ്ട് ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിയും എന്നായിരുന്നു താൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് യമാൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ വളരെയധികം അസ്വസ്ഥനാണ്. ഈ മത്സരത്തിൽ സമ്പൂർണമായും വിജയിക്കാൻ കഴിയുമെന്നായിരുന്നു ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ സെക്കൻഡ് ലെഗിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അത് ഞങ്ങൾ വിജയിക്കാൻ പോവുകയാണ്. എപ്പോഴും ടീമിന് വേണ്ടി എല്ലാം നൽകാനാണ് ശ്രമിക്കാറുള്ളത്. എനിക്ക് എന്തായാലും വിജയിക്കണം. ഇതാണ് ലാമിൻ യമാൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത മത്സരത്തിൽ അഥവാ സെക്കൻഡ് ലെഗിൽ എന്തായാലും വിജയിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. സൂപ്പർ താരം ഹൂൾസ് കൂണ്ടെ സെക്കൻഡ് ലെഗ് മത്സരത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല, പരിക്കാണ്. അതേസമയം ബാൾഡയും അതുപോലെ തന്നെ റോബർട്ട് ലെവൻഡോസ്കിയും ഒക്കെ തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ബാഴ്സയുടെ ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.